നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം നീ എറണാകുളത്തെ തമിഴ്നാട്ടിലോട്ട് പറഞ്ഞു വിടാൻ നോക്കാൻ. അമ്മാവൻ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞിട്ടാ. അതെ, ആരെ എപ്പോ എവിടെ എങ്ങനെ പറഞ്ഞു വിടണം പിടിച്ചു നിർത്തണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ആര് വന്നാലും പോയാലും നിന്നാലും എനിക്കിവിടെ മനസ്സമാധാനം വേണമെന്ന് എനിക്ക് അത്രേ ഉള്ളു. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കാൻ നിന്ന കുറെ പേരില്ല ഇവിടെ. അവരിവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ ചേട്ടന് സമാധാനവും കിട്ടും, ചേച്ചി തിരിച്ചു വരികയും ചെയ്യും. ഓ അത് ശരി. അപ്പൊ സാറാമ മാത്രം പോയാ മതിയോ അതോ ഞാനും പോണോ? എടാ നീ എന്തിനാ പോണേ? ഓണവര് പോട്ടെ എന്തിനു പിടിച്ചു നിർത്തുന്നത്? നീ ഒന്നും വിടണ്ട് തരാം. അവൻ എന്റെ അനിയനാണ്. ഞാനാ? അതെ, നീ അല്ല പോണ്ടേ, അവളാണ് പോണ്ട. ആ സാറാമ്മ അവള് നമ്മുടെ അനത്തിപ്പെട്ടതല്ല. അവളങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. എന്നിട്ട് നീ ചേച്ചിനെ വിളിച്ചിട്ട് വാ. അങ്ങനെ ഇപ്പൊ സാറാമേനെ പറഞ്ഞു വിട്ടിട്ട് ചേച്ചി ഇവിടെ വന്ന് കയറണ്ട. അയ്യോ നാണം ഇല്ലല്ലോടാ, നാണം. നീ എന്റെ അനിയനാന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്നാ അനിയനാന്ന് പറയണ്ട, ആ ലജ്ജ അങ്ങോട്ട് ഒഴിവാക്കാലോ. എടാ പങ്കി, ഞാൻ പറയണൊന്ന് കേക്കടാ. കുഞ്ഞമ്മേ, എന്തിനാണ് ഇവറ്റകളുടെ മുമ്പിൽ തലകുനിക്കണത്? ഞാൻ നോക്കിയേ, കുഞ്ഞമ്മ ഇവറ്റകളുടെ മുമ്പിൽ തലകുനിച്ച കുഞ്ഞമ്മയുടെ ഒരു വിഗ്രഹം എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് പൊട്ടി പൊളിഞ്ഞില്ലാണ്ടായി പോവും. അബ്കാരികളുടെ മുമ്പിൽ പോലും തലകുനിക്കാത്ത എന്റെ കുഞ്ഞമ്മ എന്തിനീ തുക്കട രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ തലകുനിക്കണം? അങ്ങനെയൊന്നും പറയാം. എനിക്കങ്ങ് വിറഞ്ഞിട്ട് പോയിരുന്നു. അപ്പൊ നമുക്കങ്ങ് പോവാല്ലേ, കൂടുതൽ പറയാൻ നിൽക്കണ്ട. എന്തായാലും കൊള്ളാം. തറവാട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ എല്ലാരും പഠിക്കൂ കേട്ടോ. ആ അങ്ങോട്ടല്ലല്ലോ. എടാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓ ആ പോക്ക് കണ്ട അളിയാ, അളിയതൊന്നും കണ്ടു വിഷമിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ നടക്കും, അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. ഒന്നും സംഭവിക്കില്ല ഇല്ലല്ലോ അല്ലേ? പഠിച്ചോനെ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യില്ല, കയ്യിന്ന് പോയല്ലോ. അമ്മയുടെ എല്ലാം തുറന്നു പറഞ്ഞാലോ? വേണ്ട, ശരിയാവൂല. കുഞ്ഞമ്മ അമ്പിളിക്ക് എന്തെങ്കിലും ചെയ്താലോ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു. പഠിച്ചോനെ, എന്തൊരു കഷ്ടായത്. ഇപ്പൊ എന്ത് ചെയ്യും? മോളെന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മ, ഞാനേ ഈ ഷെഡ് കണ്ടിട്ട് കൊറേ ദിവസമായി. അപ്പൊ അതൊന്ന് കാണാൻ വന്നതാ. അല്ല നീ എന്തിനാ ഈ ഷെഡ് കാണുന്നേ? അത് ഉമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എനിക്കിവിടെ കൊറേ നൊസ്റ്റാൾജി ഉണ്ട്. എന്റെ കൊച്ചി, ഈ പൊളിഞ്ഞ ഷെഡിൽ നിനക്കെന്തോ ഇത്രയും വലിയ നൊസ്റ്റാളജിയാ? അതുമ്മ അമ്പിളിക്ക് ആദ്യം എന്നെ കൊണ്ടുവന്നപ്പോഴേ ഈ ഷെഡിലാ ഒളിപ്പിച്ചു വെച്ചേ. ഓ, അപ്പൊ അവക്ക് നൊസ്റ്റാൾജിയ വരും. അപ്പൊ നീ എന്തോ സംസാരിക്കുന്ന പോലെ തോന്നിയല്ലോ. അയ്യോ, അത് മറുതത്തിന് മനസ്സിലായില്ലേ? അമ്പിളി ഇവിടെ ആണല്ലോ അവളെ ഒളിപ്പിച്ച് നിർത്തിയത്. അപ്പൊ കൂടെ അമ്പിളി ഉണ്ടെന്നുള്ള ധാരണയിലാണ് അവൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആണ് അവിടെ ഉമ്മയ്ക്ക് അവിടെ മനസ്സ് നന്നായിട്ട് അറിയാം. അല്ലേ മോളെ? അതെ അതെ. ഉമ്മ ഒന്നെങ്കിൽ വരുവോ? എന്താ മോളെ? ഒരു കാര്യം പറയാനാ. എക്സ്ക്യൂസ് മീ, ഞാൻ അവളുടെ കാര്യം എന്താന്ന് കേട്ടേച്ച് വരാം കേട്ടോ. എന്തോ പറയാനുണ്ട്. അക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സൊല്ലുങ്ക. എന്തോന്നാണ് നീ കാണിച്ചത്? എന്നെ കൊണ്ടുവന്ന് ഇവിടെ മാറ്റി നിർത്തിയിട്ട് നീ മറുകത്തിനോട് രഹസ്യം പറയാൻ പോയേക്കുന്നോ? ഉമ്മ, എനിക്ക് അക്കയോടാ പറയാനുള്ളത്. അപ്പൊ നിനക്ക് ഉമ്മയോടല്ല പറയേണ്ടതല്ലേ? ഇപ്പൊ അവരൊക്കെയാണല്ലോ വലിയ ആൾക്കാര്. ഞാൻ ആരും അല്ലല്ലോ നിനക്ക്. ഉമ്മ, അല്ലെങ്കിൽ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ പോവാ. എവിടെ പോണ്ട, ഇവിടെ നിന്നങ്ങ് കേട്ടോ. സൗകര്യമില്ല, നീ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല. എന്നാ പോ. എന്താ ഷാഹിന നിന്റെ പ്രശ്നം? അതെ അക്ക, നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? അയ്യോ, എന്നാ ഷാഹിന നീ പറഞ്ഞത് തെറ്റുണ്ടോ കൊച്ചേ? ഈ തെറ്റ് തന്നെ എത്ര തവണ വന്നിട്ടുണ്ടെന്നറിയാവോ? ഉമ്മ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, നീ പറഞ്ഞത് തെറ്റുണ്ട്. നീ ഒന്നുകൂടെ പറഞ്ഞു. അക്ക,
അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? രണ്ടും തപ്പുതാ. രണ്ടും തപ്പാണോ? അയ്യോ, നീ എന്ത് തെറ്റാ ചെയ്തേ? ഉമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്പിളി പോനുമായിട്ട് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ പൊന്നുമ്മ, അമ്പിളിക്കായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഒന്നും പറ്റിയില്ല. പഠിച്ചോലും ഞാൻ ഒരു ക്രിസ്ത്യാനി അത് കുമ്പസരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഈ കുമ്പസരിക്കാൻ വേണ്ടിട്ട് നീ ഇപ്പൊ മതം മാറുകയൊന്നും വേണ്ട. ഞാൻ അച്ഛനാന്ന് വിചാരിച്ച് നീ എന്നോട് അങ്ങ് കുമ്പസരിച്ചു. ആ, ഉമ്മയോട് പറയുന്നതിലും ഭേദവേ ഞാനൊരു മൈക്ക് സെറ്റ് വെച്ച് അങ്ങ് വിളിച്ചു പറയുന്നതാ. അപ്പൊ എന്താ നീ പറഞ്ഞു വന്നത്? നിന്റെ ഉമ്മ നാട് നീളെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് അല്ലേ? എടി, നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ മരതകം, ഈ മരതകത്തെ കുറിച്ച് നീ എന്തെല്ലാം കുറ്റങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മരതകത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഷാഹിന, എന്നെ കുറിച്ച് നീ കുറ്റം പറഞ്ഞ? ഇല്ലൊക്കെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ ഉമ്മ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ. അല്ലല്ല സുലുത്ത, ഇവൾ എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞത്? ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഇനി എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം ഞാൻ അങ്ങനൊരു ടൈപ്പാ. ഇനി പറ, നിനക്ക് എന്താ? എനിക്കൊന്നുമില്ല ഉമ്മ, സത്യമായിട്ടും പറയുക. എന്താ മോളെ, എന്താ കാര്യമെന്ന് പറ. എന്റെ പൊന്നുമ്മ, സത്യമായിട്ട് ഒന്നുമില്ല. ഞാനൊരു അബദ്ധത്തിൽ അക്കയോടൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വിട്ടേക്ക് കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിലൊന്നുമില്ലേ? എന്റെ ഉമ്മ ഇല്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഉമ്മ വിശ്വസിക്കുവാന്നേ. സാറാമ്മ. അയ്യോ അയ്യോന്ന് അയ്യോന്നല്ല, ഹായ് സാറാമ്മയിന്ന്. ഷാഹിന, എനിക്ക് ഇതിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അമ്മയോട് എനിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആഹാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? എന്നാ പിന്നെ കേക്കട്ടെ. சொல்லுங்க. എന്ത്? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് சொல்லுங்க. ഷാഹിന, ഉമ്മ, അക്കനെ കൂട്ടിക്കൊണ്ട് ഉമ്മ പൊക്കോ. അതിപ്പം മരതകം വേണേ പൊയ്ക്കോ, ഞാനിവിടെ കേക്കട്ടെ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, എനിക്കതൊന്ന് കേൾക്കണമല്ലോ. അതെ, എനിക്കും കേൾക്കണം. എന്നാ പിന്നെ ഷാഹിന, നീങ്ങ വാ, നമുക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാം. ഉമ്മ പറയുന്ന ഒന്ന് കേക്കിച്ചല്ലേ രണ്ടുപേരും കൂടെ. എന്താ നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ കേട്ടാല്? കേക്കണ്ട. ആഹാ, എന്നാ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന രഹസ്യം എന്തെങ്കിലും ഒരിക്കൽ എന്റെ ചെവിയിലെത്തും. അന്ന് ഞാനിതൊക്കെ പരസ്യമാക്കി കളയും. അതുകൊണ്ട് തന്നെ ഉമ്മയോട് പറയാത്തെ. നിങ്ങളുടെ ഈ ഉണങ്ങിയ രഹസ്യം ഞങ്ങൾക്ക് കേക്കണ്ട. മരതകം, നമുക്ക് അവിടെ പോയിരുന്ന ആരെങ്കിലും രഹസ്യം പറയാം. പാപ്പാ ഓ, കേക്കണ്ട. നമ്മള് മാറി രഹസ്യം, രഹസ്യം പൊളിഞ്ഞു പോവും. അമ്മായി, അമ്മായി, ഞാൻ പറയാമെന്ന. നീ ഒന്നും പറയണ്ട. ആട്ടുംതോലിട്ട ചെന്നായി ആരാന്ന് എനിക്ക് മനസ്സിലായടി. അമ്മായി, അത് പിന്നെ ഞാൻ. എന്നാലും ആ കുമാരി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുമാരിയേച്ചി? അതെ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. പോലീസ് വരുന്ന വിവരം നമ്മൾ 3 പേരും കൂടി ഇരുന്നപ്പോഴാ ചർച്ച ചെയ്തത്. അന്നേ കുമാരിയുടെ ഓവർ ആക്ടിങ് കണ്ടപ്പം എനിക്ക് നല്ല ഡൗട്ട് അടിച്ചതാ. പക്ഷേ ഇങ്ങനെ പുറയുന്ന കൊത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറാമ്മായി, കുമാരിയേച്ചി രാധാലക്ഷ്മിയുടെ ചാര കുമാരിയാണ്. ഷീ ഈസ് ദ സ്പൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.